അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് അമൽ സേവ്യർ. ഞാൻ ചിറ്റൂർ ഇടവാങ്ങം, ചിറ്റൂർ പാലക്കാട്. ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ആരാധനയ്ക്കും പ്രേരണയൊക്കെ വന്നിട്ടുള്ളത്. ജോലി കിട്ടി കോയമ്പത്തൂരായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പെട്ടെന്നൊരു ദിവസം അമ്മ പറഞ്ഞു, നിർത്തിയിട്ട് വായോ, നമുക്ക് വേറെ എന്തെങ്കിലും പഠിക്കാൻ പോകാമെന്നുള്ള രീതിയിൽ പറഞ്ഞു. എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല, എന്നാലും വന്നു. ഒരു കാലഘട്ടം മൊത്തം ഒരു വേദനയുടെ കാലഘട്ടമായിരുന്നു. അതിനുശേഷം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, നല്ലൊരു കുമ്പസാരം നടത്തണം, ദൈവത്തിന് നീ ഒരുപാട് അകലെയാന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴും കുറേ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യേണ്ടായിരുന്നു. വേറെ ജോലിക്ക് 3 മാസം 4 മാസത്തോളം വന്ന് വീട്ടിൽ വെറുതെ ഇരിക്കുമായിരുന്നു. വെറുതെ ഇരുന്ന് അപ്പോൾ പ്രാർത്ഥന അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് വേദനയിലായിരുന്നു ഞാൻ. അപ്പോൾ അതിനുശേഷം ഇവിടെ വന്നിട്ട് അച്ഛനോട് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, നല്ലോണം ഒന്ന് കുമ്പസാരിക്കണം, ഇനി പ്രാർത്ഥിക്കണം, നല്ലോണം കുർബാന കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം അച്ഛൻ്റെ അടുത്ത് തന്നെ അപ്പം തന്നെ ഒരു നല്ലൊരു കുമ്പസാരം നടത്താൻ സാധിച്ചു. അതിനുശേഷം ഒരു 2-3 വട്ടം ഇവിടെ വന്ന് ആരാധനയിലും കുർബാനയിലും കൈക്കൊണ്ട് നല്ല രീതിയിൽ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കൂട്ടുകാരൻ വിളിച്ചിങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, നമുക്കൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞു. അതിന് മുന്നേ കുറേ ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായാലും ഏതിലും സെലക്ട് ആവാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. സാലറിയും വളരെ കുറവായിരുന്നു. ഇപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അതൊരു ദുബായ്ക്കുള്ള ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. പോയ ദിവസം തന്നെ അറ്റൻഡ് ചെയ്ത് അപ്പം തന്നെ അവർ സെലക്ട് ചെയ്തു. ഇന്നലെ വിസ വന്നു. ഈ മാർച്ച് 4-ാം തീയതി പോകുന്നു. ശുശ്രൂഷയിൽ പങ്കെടുത്ത് ഒന്ന് തുറന്ന് കുമ്പസാരിച്ച് കർത്താവിൻ്റെ വചനം പ്രാർത്ഥിക്കാനും വിശുദ്ധ പങ്കെടുക്കാനും തുടങ്ങിയതിന് ശേഷം ആത്മീയ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു. അപ്പോൾ തടസ്സപ്പെട്ട് കിടന്ന ജോലി മേഖലയിൽ കർത്താവ് ഇടപെട്ട് വിദേശ രാജ്യത്ത് ജോലി ചെയ്യാനുള്ള കൃപ നൽകി കർത്താവ് അമലിനെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ.